എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ബെഡിലെല്ലാം വിരിച്ചിടാം. തുറക്കുന്നില്ലല്ലോ. ഉറങ്ങിക്കാണും. ഏയ് ഇല്ല, ലൈറ്റ് ഉണ്ടല്ലോ. ശ്ശേ, എന്താ എടുത്തേ? നല്ല ഉറക്കത്തിലായിരുന്നു, അത് എണീക്കാൻ വൈകി. വല്ലാത്ത ക്ഷീണമായിരുന്നു എടുത്തേ. കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. ഞാൻ കരുതി നിങ്ങൾ ഉറങ്ങിക്കാണില്ലെന്ന്. എന്നാ പിന്നെ അർച്ചന ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. പനി പിടിച്ച് കിടന്നതല്ലേ, കുറവുണ്ടോന്ന് അറിയാലോ. അത്ര വ്യത്യാസമൊന്നുമില്ല എനിക്ക്. നല്ല ചൂടും തലവേദനയുണ്ട്. നീയും ശ്രദ്ധിക്കണം. വല്ല വൈറൽ ഫീവർ ആണെങ്കിൽ നിനക്കും പകരും. ഒന്നിച്ചല്ലേ കിടക്കുന്നത്. ശരിയാ സച്ചേട്ടാ, സൂക്ഷിക്കണം. ഏട്ടത്തിയുടെ പനി മാറുന്നതുവരെ സച്ചേട്ട മാറിക്കിടക്കുന്നതാ നല്ലത്. അതും നല്ലതാ. അതിന് മാറിക്കിടക്കാൻ എവിടെ കിടക്കും? അതിനിപ്പോ ഒരു ഷീറ്റ് വിരിച്ച് നിലത്ത് കിടക്കാലോ. നിലത്തിടന്ന ഭയങ്കര പുറംവേദനയായിരിക്കും. അതുമാത്രമല്ല, രാത്രിയിൽ അർച്ചനയ്ക്ക് വല്ല അത്യാവശ്യം വന്ന അതുകൊണ്ട്. അത് നന്നായി. സച്ചേട്ടാ, ഇത് ചൂടുവെള്ളാണേ, ഏട്ടത്തേക്ക് കുടിക്കാൻ കൊടുക്കണം. താങ്ക്സ്. ശരി മോനെ, കിടന്നോ. പോയി പോയി പോയി. കിടക്ക് കിടക്ക്. നല്ല ചൂടുണ്ടല്ലോ സച്ചി. ഇത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. പോയടുത്തേ. ഇവരുറങ്ങിക്കോട്ടെ ചേച്ചി, നേരെ ഒത്തിരി ആയില്ലേ. ചേച്ചിക്ക് ഏട്ടത്തിയുടെ കാര്യം ഓർത്തിട്ട് ഉറക്കം വന്നില്ല സച്ചേട്ടാ. അതാ ഈ രാത്രിയിൽ ഇവിടേക്ക് ഓടിക്കേറി വന്നത്. ചേച്ചി വിഷമിക്കണ്ടെന്നേ, സച്ചേട്ടനില്ലേ ഇവിടെ. അർച്ചനേട്ടത്തെ സച്ചേട്ട ശ്രദ്ധിക്കുന്ന പോലെ വേറെ ആരും ശ്രദ്ധിക്കാനാ. ശരി മോളെ, ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. എനിക്ക് സച്ചിനെ കണ്ടപ്പോ സങ്കടം തോന്നി. എന്തിന്? ഈ പെടാപ്പാടൊക്കെ കാണുമ്പോ. അതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ. എന്തായാലും നല്ലൊരു അഭിനേതാവാട്ടോ, അത് സമ്മതിക്കണം. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് കിടക്കായിരുന്നല്ലേ. മനുഷ്യന്റെ നല്ല ജീവൻ പോയി. അയ്യോ, അല്ല, നല്ല ടെമ്പറേച്ചർ ഉണ്ടല്ലോ. തലവേദന കുറവുണ്ടോ? ഇല്ല സച്ചേട്ടാ, നെറ്റിയുടെ 2 സൈഡും നല്ല വിങ്ങുന്ന വേദനയാ.
ആ അതിന് നല്ലൊരു തെറാപ്പിയുണ്ട്. ഞാൻ ചെയ്തുതരാം. കിടന്നു. സത്യത്തില് നിന്റെ ഭ്രാന്ത് കൊണ്ട് തോറ്റു ഞാൻ. എനിക്ക് നാണക്കേട് തോന്നുക. എന്തിനാ? ചേച്ചിക്ക് തോന്നുന്നുണ്ടോ അവർ യഥാർത്ഥത്തിൽ ഉറക്കത്തിൽ എണീറ്റാണ് വന്നതെന്ന്? പിന്നല്ലാതെ അവരെന്താ ശിവരാത്രി ആഘോഷിക്കായിരുന്നോ? ഹാ, നിന്റെ വാക്കം കേട്ട് ഞാൻ ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ചേച്ചിക്ക് കാര്യം നടക്കണം. എന്നാ വലിയ ക്ലീൻ ഇമേജും വേണം. അവരെങ്ങനെയാ കഴിയുന്നതെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. എന്നാ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ വയ്യ. ഏതെങ്കിലും ഒന്നേ നടക്കൂ ചേച്ചി. എനിക്കത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. എന്നാ പിന്നെ നീ അന്വേഷിച്ച് കണ്ടുപിടിക്ക്. കണ്ടുപിടിച്ചിരിക്കും. ഇപ്പൊ തന്നെ ചേച്ചി നോക്കിക്കേ. നമ്മൾ വിളിച്ചു കഴിഞ്ഞ് എത്ര കഴിഞ്ഞിട്ടാ അവര് കഥക തുറന്നത്? അത് എന്തിനാന്നാ ചേച്ചി കരുതിയത്? കട്ടിലിൽ കിടക്കുന്നൊന്നും വരുത്താൻ. എല്ലാം എടുത്തു മാറ്റി റെഡിയായിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു എന്നതുപോലെ അഭിനയിച്ചു വന്നതാ സച്ചിയേട്ടൻ. അവളും ഉറങ്ങിക്കാണില്ല. ഉറക്കം നടിച്ച് കിടന്നതാ. ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പോ? ഉറക്കം നടിച്ചു കിടക്കുന്നവരെ അത്ര എളുപ്പമല്ല. പക്ഷെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നല്ലോ. അതിനിനിയും കാത്തിരിക്കാൻ തന്നെ വേണം ചേച്ചി. എത്ര കാത്തിരുന്നാലും വേണ്ടില്ല. സച്ചിയേട്ടനും അർച്ചനയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് കണ്ടുപിടിക്കണം. അടുത്ത തവണ വേറെന്തെങ്കിലും മാർഗം നോക്കണം. ചേച്ചി ശ്രമിച്ച ഒരു കാര്യം ചെയ്യാൻ കഴിയും. എന്താ? രാവിലെ സച്ചിയേട്ടൻ നടക്കാൻ പോവും. ആ സമയത്ത് അർച്ചന ഉണരില്ല. അതുമല്ല, ആ സമയത്ത് നമ്മൾ ആരും അവിടെ എത്തുമെന്ന ധാരണയും കാണില്ലല്ലോ. എങ്ങനെയുണ്ട്? ഇനി പോയി നോക്കാൻ എനിക്ക് വയ്യ. ചേച്ചി പോകണമെന്നല്ല, അങ്കിളിനെ കൊണ്ടുപോകണം. നമ്മുടെ ഭാഗ്യത്തിന് അങ്കിളിന് നേരിട്ട് മകനും മരുമകളും തനിയെ തനിയെ നിലത്ത് രണ്ടായി പായ വിരിച്ചാണ് കിടക്കുന്നതെന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞാലോ? അത് കൊള്ളാം. അതൊരു നല്ല ഐഡിയ. അപ്പോ നിന്റെ തല നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഇത് ഞാൻ ഏറ്റു. അച്ഛനെ അവളുടെ സുഖവിവരം അന്വേഷിക്കാൻ രാവിലെ തന്നെ വിടുന്ന കാര്യം. അപ്പൊ പറഞ്ഞ പോലെ അങ്കിള് വരുന്നു, സച്ചിയേട്ടന്റെ മുറിയിലേക്ക് പോകുന്നു. മരുമകള് നിലത്ത് മൂടി പൊതിച്ച് കിടക്കുന്നത് കാണുന്നു. കാരണം തിരക്കുന്നു. അവരുടെ നാടകം പൊളിയുന്നു. ഇപ്പൊ അവരെന്ത് കാരണം പറഞ്ഞാലും ഏശില്ല. കാരണം അർച്ചനയ്ക്ക് പനിയാണ്. തീരെ സുഖമില്ലാത്ത ഒരാള് തണുത്ത് വിറച്ച് നിലത്ത് കിടക്കില്ലല്ലോ. എന്തുപറ്റി സച്ചേട്ടാ? ഉറക്കം വരുന്നില്ലേ? ഇല്ല, ആകെ ഒരു വല്ലായ്മ. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. എന്നാലും തീരെ ഉറക്കം വരുന്നില്ല. ടെൻഷനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ടാവും. ടെൻഷൻ ഉണ്ടായിരുന്നു തനിക്ക് അസുഖം വന്നപ്പോ. ഇപ്പൊ താൻ ഓൾമോസ്റ്റ് ഓക്കെ ആയല്ലോ. എന്നിട്ടും എനിക്ക് ഉറക്കം വരാത്ത എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് സ്ട്രെയിൻ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോഴല്ലേ നല്ലപോലെ ഉറക്കം കിട്ടുന്നത്. അത് മെന്റൽ സ്ട്രെയിനായി കിട്ടില്ല. തലയ്ക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിരുന്ന ചൂട് പിടിച്ച ഉറക്കം പോവും. ഓഫീസിലെ കാര്യങ്ങളൊക്കെ കുറച്ച് തലേന്ന് ഇറക്കി വെക്കണം. ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിലും വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലും ഓർത്താ അതാ നല്ലത്. കമ്പനി കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും തന്നെ 4 തല വേണം. വീട്ടിലെ കാര്യങ്ങൾ എന്നെ ബാധിച്ചിട്ടില്ല ഇതുവരെ. എന്തൊക്കെയാണെങ്കിലും തലച്ചോറിനിടയ്ക്ക് വിശ്രമം ആവശ്യ. അതൊരു മെഷീനാണെന്ന് കരുതിയാൽ മതി. ഒത്തിരി വർക്ക് ചെയ്യുമ്പോൾ ചൂടാവില്ലേ? അപ്പൊ തണുപ്പിക്കണം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? വെള്ളം കോരി ഒഴിക്കാൻ പറ്റില്ലല്ലോ. അതിനുള്ള ചെറിയ വിദ്യയൊക്കെ എനിക്കറിയാം.
എന്നാ പിന്നെ പറഞ്ഞതാ, നോക്കട്ടെ. എന്തെങ്കിലും നല്ല കാര്യങ്ങളോ ഇഷ്ടമുള്ളതോ ഓർത്താ അത് മാറും. ഓർക്കാനുള്ളത് കമ്പനിയിലെ ജോലിയും പ്രോജക്റ്റ് ഡിസൈനിങ്ങും കമ്പിയും സിമെന്റും ഒക്കെയാ. അതിനിടയിൽ വേറെ എന്ത് ഓർക്കാനാ? അപ്പൊ ഞാനൊരു വഴി പറഞ്ഞുതരാം. അതല്ലേ ചോദിച്ചത്. ഉറങ്ങാൻ പറ്റാത്തോണ്ട് തല ഇങ്ങനെ വിങ്ങി വിങ്ങി പൊട്ടുന്ന പോലെ തോന്നുക. അപ്പോ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യാവോ? എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കൊന്ന് ഉറങ്ങിയാ മതി. എന്നാ ഇവിടെ കിടക്ക. ബെഡിലോ? ഞാൻ താഴെയല്ലേ കിടക്കുന്നേ. സച്ചേട്ടൻ എന്നെ ബെഡിൽ കിടത്തിയില്ലേ, അപ്പൊ സച്ചേട്ടനും കിടക്കാം. അത് തനിക്ക് സുഖമില്ലാത്തോണ്ടല്ലേ. ഇപ്പൊ സച്ചേട്ടന് സുഖമില്ലല്ലോ, ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്ന കേക്കാം. കിടക്ക. ഇനി കണ്ണടച്ചോ. അടച്ചു. സ്ട്രെസ്സായി മുറുകെ അടയ്ക്കണ്ട. പിന്നെ സാധാരണ പോലെ അടച്ചാ മതി. അടച്ചു. അതിനിടയിൽ സംസാരിക്കണ്ട. പറയുന്ന പോലെ അനുസരിച്ചാ മാത്രം മതി. ആ, ഇത് പറ്റില്ല. കണ്ണടയ്ക്കാൻ പറഞ്ഞ അടയ്ക്കണം. അതിനിടയിൽ എന്തിനിങ്ങനെ തുറന്നു നോക്കുന്നേ? എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ? സോറി, ഇനിയില്ല. ഇപ്പോ സച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഓർത്തെ. എന്നിട്ട് സച്ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട, കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മുഖം ഓർക്കണം. അവരെ പതുക്കെ അവിടേക്ക് കൊണ്ടുപോകണം. അത് മാത്രം കാണണം. അവരുമായിട്ടുള്ള സന്തോഷമുള്ള ഓർമ്മകൾ മാത്രം മനസ്സിൽ നിറയട്ടെ. മനസ്സിനെ അവരിലേക്ക് പൂർണ്ണമായും തുറന്നുവിട്. ഇപ്പോ സച്ചേട്ടൻ നല്ലപോലെ ഉറങ്ങിയില്ലേ? സച്ചേട്ടാ, സച്ചേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട മുഖം ആരുടേതായിരിക്കും? എൻ്റെ അല്ല, അതുറപ്പാ. സച്ചി, നീ നടക്കാനിറങ്ങിയതാണോ? തലയിൽ തൊപ്പി എന്തെങ്കിലും ഇടണം കേട്ടോ, നല്ല തണുപ്പാ. അച്ഛാ, അത് ഞാൻ നടക്കാൻ ഇറങ്ങിയതല്ല ഇപ്പൊ, വെറുതെ. നിനക്കിപ്പോ രാവിലെ ജിമ്മിൽ പോകുന്നതും നടക്കുന്നതും ഒക്കെ ഭയങ്കര മടിയാണ് കേട്ടോ സച്ചി. തടി മോശാവും സച്ചേട്ടാ. വെറുതെ ഇരുന്ന കൊഴുപ്പ് കൂടും കേട്ടോ. അല്ല, നിങ്ങളെല്ലാവരും രാവിലെ എങ്ങോട്ടാ? അച്ചു ഇന്നലെ രാത്രി സുഖമില്ലാതെ കിടന്നതല്ലേ, എങ്ങനെ ഉണ്ടെന്ന് നോക്കാനാ. അയ്യോ അച്ഛാ, അവക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്തിനാ പാവത്തിന് ഉറക്കം കളയുന്നേ? കിടന്നോട്ടെ, കിടന്നോട്ടെ അടുത്തി, ശല്യം ചെയ്യണ്ട. ശല്യൊന്നുമില്ല സച്ചേട്ടാ, ചുമ്മാ ഒരു വിസിറ്റിംഗ്. സച്ചി നടത്തം മുടക്കണ്ട, ഞങ്ങള് നോക്കിക്കോളാം അർച്ചനെ.
സച്ചി പറഞ്ഞത് ശരിയാ. പാവം നല്ല ഉറക്കത്തില. അവൾ ഉണർന്നിട്ട് വന്നാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തി, ഇന്നലെ രാത്രി കുറെ പ്രാവശ്യം അർച്ചന എണീറ്റു വെള്ളം കുടിക്കാൻ. അതുമല്ല നല്ലപോലെ ഉറക്കം കിട്ടിയില്ല. വേണ്ട മോളെ, എണീക്കണ്ട, കിടന്നു. ഞങ്ങൾ നിന്റെ പനി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ. കുറവുണ്ടച്ചാ, നല്ല ക്ഷീണമുണ്ടെന്ന് മാത്രം. ഏയ് വേണ്ട, കിടന്നോ. ദേ കുടിക്കാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടേ, ഇടയ്ക്ക് കുടിച്ചോളണം. സച്ചി, ഏതായാലും ആശുപത്രി കാണിക്കുന്നത് നല്ലതാ. ക്ഷീണം മാറുന്നില്ലല്ലോ. താമസിക്കണ്ട. പോവാച്ചാ. ചൂടുവെള്ളം കുടിക്കാൻ മറക്കരുതേ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. എങ്ങനെ സാധിച്ചു ഇത്? ഷോ, ഞാൻ ആകെ പേടിച്ചു പറിച്ച് നിൽക്കായിരുന്നു. സച്ചി, നീ നടക്കാനിറങ്ങിയതാണോ? അവരിങ്ങോട്ട് വരാണോ? തലയിൽ തൊപ്പി എന്തെങ്കിലും ഇടണം കേട്ടോ, നല്ല തണുപ്പാ. എനിക്കപ്പോ അങ്ങനെ ചെയ്യാനാ തോന്നിയത് സച്ചേട്ടാ. തെറ്റെന്റെ ഭാഗത്താ. ഒന്നും നോക്കാതെ പതിവ് പോലെ ഡോറും ചാരി ഞാൻ ഇറങ്ങിപ്പോയി. തനിക്ക് വയ്യാതെ ഇടുന്നോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എണീക്കും മുമ്പേ താൻ ഉണർന്ന് കുളിച്ച് റെഡിയായി എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഷീറ്റ് മാറ്റിയിട്ടിട്ടേ പോകാറുള്ളൂ. സച്ചേട്ടന് മാത്രമല്ല, എനിക്കും ഒരിക്കൽ അബദ്ധം പറ്റിയതല്ലേ. ആതിര വിളിച്ചപ്പോ ഡോറും തുറന്നു വെച്ച് ഞാൻ പോയി ഫോൺ ചെയ്തപ്പോഴല്ലേ ആരും ഇതിനകത്ത് കയറിയെന്ന് സച്ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? ഏതു നിമിഷവും നമ്മുടെ മുറിയിൽ ഒരാൾ കടന്നു വരാം. നമ്മള് സൂക്ഷിക്കണം അർച്ചന. താൻ വേഗം എണീറ്റ് റെഡിയായി വാ. നമുക്ക് ഏതായാലും ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാം. അയ്യോ വേണ്ട, എനിക്ക് പനിയൊക്കെ മാറിയല്ലോ, ഇനി പോണ്ട. ആര് പറഞ്ഞു? ആ, ഇപ്പോഴും നല്ല ചൂടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പലരോടും ഉത്തരം പറഞ്ഞു മടുക്കും. അച്ഛനാണെങ്കിൽ തനിക്കൊരു തുമ്മൽ വന്നാ മതി, പിന്നെ സമാധാനം കാണില്ല. ആ, ഇന്നലെ ഉറങ്ങി കാണില്ല, അതാ രാവിലെ വന്നേ. ആ, എണീക്ക്. ദേ, എണീച്ചില്ലെങ്കിൽ കൈയും കാലും കെട്ടി തൂക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകും, പറഞ്ഞേക്കാം. ഹലോ, നമ്മുടെ പ്രോജക്റ്റിന്റെ 3D ഡിസൈനിങ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്.
വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എത്രയും വേഗം ബാക്കിയുള്ള പേപ്പേഴ്സ് മൂവ് ചെയ്യണം. നമ്മുടെ പ്രൈം പ്രോജക്റ്റ് ആണ്. ഡോണ്ട് ഡിലേ. ഇല്ല, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം. ഓക്കെ. അല്ല, രാവിലെ എവിടെ പോവാ? ആ, അർച്ചന ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ടെത്തി. അവളുടെ പനി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. നല്ല ടെമ്പറേച്ചർ ഉണ്ട്. ഏട്ടത്തി കണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് ഉള്ളിൽ പനി കാണുമെന്നാ.